എല്ലാവർക്കും സ്വാഗതം. പണം, ഫിനാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ? കുറേ കണക്കുകൾ, ഫോർമുലകൾ, ഗ്രാഫുകൾ, അല്ലേ? എന്നാൽ ഇതൊന്നുമല്ല പ്രധാനം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പണവുമായുള്ള നമ്മുടെ ബന്ധം ശരിക്കും തീരുമാനിക്കുന്നത് നമ്മുടെ കണക്കുമുട്ടലുകളല്ല, മറിച്ച് നമ്മുടെ പെരുമാറ്റമാണ്, നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കാണാറില്ലേ, ഭയങ്കര ബുദ്ധിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പണത്തിന്റെ കാര്യത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? അതിന്റെ ഉത്തരം ഏതെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങളിലല്ല ഒളിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സ്വഭാവവുമായി, നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മോർഗൻ ഹൗസൽ, ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ, പറയുന്നൊരു കാര്യമുണ്ട്. അതിതാണ്, സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് ഒരു ഹാർഡ് സയൻസ് അല്ല. അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ പോലെയല്ല. അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. നമ്മുടെ മനോഭാവം, നമ്മുടെ ശീലങ്ങൾ, അതൊക്കെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഇത് കണക്കുകളെക്കുറിച്ചുള്ള കളിയല്ല. പണത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. ഇനി നമ്മളെ അറിയാതെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത, പക്ഷെ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ. എന്തൊക്കെയാണെന്നല്ലേ? നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ, പിന്നെ ഭാഗ്യം, അതുപോലെ നഷ്ടസാധ്യതയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരും പണത്തിന്റെ കാര്യത്തിൽ ഭ്രാന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് വളർന്ന ഒരാളെ സങ്കല്പിക്കുക. അവർക്ക് ഓരോ രൂപയും അമൂല്യമായിരിക്കും. അവരെപ്പോഴും പണം സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ നല്ലൊരു സാമ്പത്തിക വളർച്ചയുടെ സമയത്ത് ജീവിച്ച ഒരാളോ, അവർ കുറച്ചുകൂടി ധൈര്യമായ റിസ്ക് എടുക്കാൻ തയ്യാറായേക്കാം. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് ഒരാളുടെ തീരുമാനം വിഡ്ഢിത്തമെന്ന് തോന്നാമെങ്കിലും അവരുടെ അനുഭവങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ അത് തികച്ചും ന്യായമായ ഒന്നായിരിക്കും. ഇനി ലോട്ടറിയുടെ കാര്യമെടുക്കാം. എന്തിനാണ് പാവപ്പെട്ടവർ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതൊരു മോശം സാമ്പത്തിക തീരുമാനമല്ലേ? പക്ഷെ അവർക്കത് വെറുമൊരു ചൂതാട്ടമല്ല, അതൊരു പ്രതീക്ഷ വാങ്ങലാണ്. ആ ഒരൊറ്റ ടിക്കറ്റിൽ അവരുടെ ഒരു വലിയ സ്വപ്നമുണ്ട്, ജീവിതം മാറിമറിയാനുള്ളൊരു സാധ്യത. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ എപ്പോഴും കണക്കുകളല്ല, വികാരങ്ങളും സാഹചര്യങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ അതുമാത്രമല്ല, ഈ കളിയിലെ അദൃശ്യശക്തി വേറെ രണ്ടെണ്ണം കൂടിയുണ്ട്: ഭാഗ്യവും നഷ്ടസാധ്യതയും. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഇത് മനസ്സിലാക്കാൻ ബിൽഗേറ്റ്സിന്റെ കഥയേക്കാൾ നല്ലൊരു ഉദാഹരണമില്ല. അന്നത്തെ കാലത്ത്, അതായത് 1960കളിൽ ഒരു ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടാവുക എന്നത് അചിന്തനീയമായിരുന്നു. ലോകത്ത് വളരെ കുറച്ച് സ്കൂളുകളിലേ അതുണ്ടായിരുന്നുള്ളൂ. ബിൽഗേറ്റ്സ് പഠിച്ച സ്കൂൾ അതിലൊന്നായിരുന്നു. ആ ഒരൊറ്റ അവസരം കിട്ടാനുള്ള സാധ്യത എത്രയായിരുന്നു എന്നറിയാമോ? ഏകദേശം 30 കോടിയിലൊന്ന്. അതായത് അദ്ദേഹത്തിന്റെ കഴിവിനൊപ്പം അവിശ്വസനീയമായ ഭാഗ്യവും ഒരു വലിയ പങ്ക് വഹിച്ചു. ഇനി ഭാഗ്യത്തിന്റെ മറുപുറം നോക്കാം: റിസ്ക് അല്ലെങ്കിൽ നഷ്ടസാധ്യത. ബിൽഗേറ്റ്സിന് കെന്റ് ഇവാൻസ് എന്നു പേരുള്ള ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. ഗേറ്റ്സിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തേക്കാൾ മിടുക്കനായിരുന്നു കെന്റ്. അവരിരുവരും ഒരുമിച്ച് ലോകം മാറ്റാൻ സ്വപ്നം കണ്ടവരാണ്. പക്ഷെ കോളേജിലെത്തുന്നതിന് മുൻപ് ഒരു മലകയറ്റ അപകടത്തിൽ കെന്റ് മരിച്ചു. കണ്ടില്ലേ, ഒരേ കഴിവ്, ഒരേ സ്വപ്നങ്ങൾ. പക്ഷേ ഒരാളെ ഭാഗ്യം തുണച്ചു, മറ്റൊരാൾ ഒരു ദാരുണമായ റിസ്കിനിരയായി. ജീവിതം എത്ര പ്രവചനാതീതമാണെന്ന് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് സമ്പത്തുണ്ടാക്കുന്നതിന്റെ യഥാർത്ഥ നിയമങ്ങളിലേക്ക് കടക്കാം. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന സങ്കീർണമായ കാര്യങ്ങളല്ല. 3 ലളിതമായ നിയമങ്ങൾ: കോമ്പൗണ്ടിംഗ്, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, പിന്നെ അദൃശ്യത. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതെന്താ? വലിയ കാറ്, വലിയ വീട്, വില കൂടിയ വാച്ച്, ഇതൊക്കെയാണ് സമ്പത്തിന്റെ അടയാളമെന്നല്ലേ? എന്നാൽ പുസ്തകം പറയുന്നത് നേരെ തിരിച്ചാണ്. എനിക്ക് എത്ര പണമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് കയ്യിലുള്ള പണം തീർക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫെറാരിയല്ല, മറിച്ച് ബാങ്ക് അക്കൗണ്ടിൽ വളരാൻ വേണ്ടി വെറുതെ ഇട്ടിരിക്കുന്ന പണമാണ്. അതാണ് നിങ്ങൾ കാണാത്ത സമ്പത്ത്. കോമ്പൗണ്ടിംഗ്, ഇതിനെ 8ാമത്തെ ലോക മഹാത്ഭുതം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചെറിയ മഞ്ഞുരുള മലമുകളിൽ നിന്ന് ഉരുട്ടിവിട്ടാൽ താഴെ എത്തുമ്പോഴേക്കും അതൊരു ഭീമാകാരനായി മാറുന്നതുപോലെയാണത്. വാറൻ ബഫറ്റിന്റെ കഥ നോക്കൂ. അദ്ദേഹം 10ാം വയസ്സിൽ നിക്ഷേപം തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ ആസ്തിയുടെ 90%-ലധികവും വന്നത് അദ്ദേഹത്തിന് 65 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എന്താ കാരണം? ഭയങ്കരമായ റിട്ടേൺസ് കിട്ടിയതുകൊണ്ടല്ല, മറിച്ച് പതിറ്റാണ്ടുകളോളം, ഒരുപാട് കാലം അദ്ദേഹം ആ നിക്ഷേപങ്ങളിൽ പിടിച്ചുനിന്നു. അപ്പോൾ ഏറ്റവും വലിയ രഹസ്യം സമയമാണ്, അല്ലാതെ വലിയ ലാഭം മാത്രമല്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണമുണ്ടാക്കുന്നതും ഉണ്ടാക്കിയ പണം നിലനിർത്തുന്നതും രണ്ടും രണ്ടാണ്. രണ്ടിനും വേണ്ട കഴിവുകളും വ്യത്യസ്തമാണ്. പണമുണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും, കുറച്ച് ശുഭാപ്തി വിശ്വാസം വേണം. എന്നാൽ ഉണ്ടാക്കിയ പണം കയ്യിൽ നിർത്താനോ? അതിനു വേണ്ടത് വിനയമാണ്, മിതവ്യയമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചെറിയ പേടിയുമാണ്. ഇതുവരെ നമ്മൾ പണം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നിലനിർത്താമെന്നൊക്കെ സംസാരിച്ചു. പക്ഷേ എന്തിനാണ് നമുക്ക് പണം? എന്താണ് പണം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം? ഒരു വലിയ വീടാണോ? കാറാണോ? അല്ല, അത് സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥ സമ്പത്തിനെ എങ്ങനെ നിർവചിക്കാം? അത് ഇത്രയുള്ളൂ: എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥ. നിങ്ങളുടെ സമയത്തിന് മുകളിൽ നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടായിരിക്കുക. അതാണ് യഥാർത്ഥ സമ്പത്ത്. ശരി, നമുക്കൊരു ചെറിയ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ റോഡിൽ നിൽക്കുകയാണ്. അതാ മുന്നിലൂടെ ഒരു പുതിയ ഫെറാരി ചീറി പാഞ്ഞു പോകുന്നു. ആ കാറ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഡ്രൈവറെക്കുറിച്ചൊരു മതിപ്പ് തോന്നുമോ?
കൊള്ളാലോ അയാളുടെ കാര്യം എന്ന് ചിന്തിക്കുമോ? എന്നാൽ സത്യം അതല്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും ആ ഡ്രൈവറെ ശ്രദ്ധിക്കുക പോലുമില്ല. പകരം നമ്മൾ ആ കാറിനെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളുടെ ഒരു അളവുകോലായി ഉപയോഗിക്കും. എനിക്കിതുപോലൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. ഇതാണ് മാൻ ഇൻ ദ കാർ പാരഡോക്സ്. നമ്മൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനാണ്. പക്ഷേ അത് കാണുന്ന മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച് തന്നെയാണ്, നമ്മളെക്കുറിച്ചല്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രായോഗികമായി എന്ത് പഠിക്കാം? പണവുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫോർമുല നോക്കിയാലോ? 3 കാര്യങ്ങൾ ഓർത്താൽ മതി. 1. എപ്പോഴും പിഴവുകൾക്കൊരു ഇടം നൽകുക. കാരണം ലോകം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല. പ്ലാനുകൾ തെറ്റാം. അതിനൊരു മാർജിൻ ഓഫ് സേഫ്റ്റി വേണം. 2. സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. കോമ്പൗണ്ടിങ്ങിന് അതിന്റെ മാജിക് കാണിക്കാൻ സമയം കൊടുക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. 3. ഒരു പ്രത്യേക ആവശ്യത്തിനല്ലാതെയും പണം സേവ് ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും വേണ്ട. ആ സേവിങ്സ് ആണ് നിങ്ങൾക്ക് ഭാവിയിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം തരുന്നത്. അവസാനമായി ഒരൊറ്റ കാര്യം. ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക പദ്ധതി ഏതാണെന്നറിയാമോ? അത് രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ അവസരം തരുന്നതാണ്. മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ മനസ്സിനും സമാധാനം നൽകുന്ന പ്ലാൻ. അപ്പം നിങ്ങളെ സമാധാനമായി ഉറങ്ങാൻ സഹായിക്കുന്ന നിങ്ങളുടെ ആ പ്ലാൻ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ.